പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ആത്മപരിശോധന ചെയ്യാം, ധ്യാനിക്കാം, വചനം കേൾക്കാം. ഈ വചനം ധ്യാനത്തിൽ പങ്കാളികളാകുന്ന മക്കൾ ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷ പ്രചാരണത്തിൽ പങ്കുകാരായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിനെ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആരാണ് പരിശുദ്ധാത്മാവ്? പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും, പഴയ നിയമ കാലഘട്ടങ്ങളിൽ അനേകം വ്യക്തികൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അങ്ങ് ആരാണ്? മോശ ചോദിക്കുന്നുണ്ട്, പല പ്രവാചകന്മാരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ദൈവം ആരാണെന്ന് ആർക്കും വെളിപ്പെടുത്തിയില്ല പഴയ നിയമ കാലഘട്ടത്തിൽ. ദൈവമായ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ്, ഞാൻ ആദ്യവും അന്തവുമാണ്, ഞാൻ മാറ്റമില്ലാത്തവനാണ്. ദൈവത്തിന് മാറ്റമില്ല എന്നൊക്കെ പഴയ നിയമ കാലഘട്ടങ്ങളിൽ പറയുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, പ്രവാചകന്മാരും ഒക്കെ ഇങ്ങനെ അന്വേഷിച്ചു ദൈവം ആരാണെന്ന്. പക്ഷെ ദൈവം വെളിപ്പെടുത്തിയില്ല. എന്നാൽ ദൈവമായ കർത്താവ് ഇത് വെളിപ്പെടുത്തി. പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യാവതാരം ചെയ്ത് ഈ ഭൂമിയിലേക്ക് വന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ദൈവം ആരാണ് എന്ന് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നത്, അന്ന് പുരോഹിതന്മാരുണ്ടായിരുന്നു, പുരോഹിത പ്രമാണിമാരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വലിയ തത്വശാസ്ത്രങ്ങളും തർക്കശാസ്ത്രങ്ങളും പഠിച്ച് നിയമഗ്രന്ഥമൊക്കെ കാണാപ്പാടം അരച്ച് കലക്കി കുടിച്ച് ഇതെല്ലാം അഭ്യസിച്ച് കിടന്ന അനേകം വ്യക്തികൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ദൈവമായ കർത്താവ് അവർക്കാർക്കും വെളിപ്പെടുത്തി. പുരോഹിതനുണ്ടായിരുന്നു, വർഷത്തിലൊരിക്കലും ബലി അർപ്പണത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. അവർക്കാർക്കും ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തില്ല. എന്നാൽ ദൈവമായ കർത്താവ് താൻ ആരാണ്, ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഒരു വിജാതിയായ സ്ത്രീക്കാണ്, ശമരിയക്കാരി സ്ത്രീക്കാണ്. യേശുനാഥൻ ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കത് 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യേശുവും ശമരിയക്കാരിയും തമ്മിൽ സംസാരിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കിണറിൻ്റെ കരയിലിരുന്നു കൊണ്ട് സംസാരിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹ, രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. യേശു വെള്ളം കുടിക്കാൻ ചോദിക്കുന്നുണ്ട്, അതിന് മറുപടി അവൾ പറയുന്നുണ്ട്. ഇതിനെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറുപടി പറയുന്നുണ്ട്. ഞാൻ ആ മേഖലയിലേക്ക് കിടക്കുന്നില്ല. തുടർന്ന് നമ്മൾ വായിച്ച് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, 4-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ യേശുനാഥൻ ഈ ശമരിയക്കാരി സ്ത്രീയോട് പറയാണ്, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വന്നു കഴിഞ്ഞു. അങ്ങനെയുള്ളവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. പിതാവിന് അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് മാത്രമേ ലയിച്ചു ചേർന്ന് ജീവിക്കുവാൻ പറ്റുകയുള്ളൂ. തുടർന്ന് പറയുകയാണ്, ദൈവം ആത്മാവാണ്, കർത്താവ് ആത്മാവാണ്. ദൈവം ആത്മാവാണ് എന്ന്
യേശുനാഥൻ ഒരു സ്ത്രീക്ക്, പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശമരിയക്കാരി സ്ത്രീക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത്. ഹല്ലേലൂയ! എന്തൊരു വലിയൊരു അവസ്ഥയാണെന്ന് നോക്കണം. കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് പോലും വെളിപ്പെടുത്തി കൊടുത്തില്ല ഞാൻ ദൈവമാരാണെന്ന്. എന്നാൽ ഇവിടെ ഒരു ശമരിയക്കാരി സ്ത്രീയോട്, വിജാതിയായ ഒരു സ്ത്രീയോട് പറയാണ്, കർത്താവ് ആത്മാവാണ്, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വന്നു കഴിഞ്ഞു. തുറന്നു പറയാം, അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥ ആരാധകരെയാണ് കർത്താവിൻ്റെ ആവശ്യം. തുടർന്ന് പറയുകയാണ്, ദൈവം ആത്മാവാണ്. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാണ്. പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കണമേ, ഈ ആത്മാവാകുന്ന ദൈവമാണ് ഓരോ കൂദാശകളിലൂടെയും മനുഷ്യൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി വന്ന് വാസമുറപ്പിക്കുന്നത്. ആ വാസമുറപ്പിക്കപ്പെട്ട ഓരോ വ്യക്തിയെ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്, യഥാർത്ഥ ആരാധകർ. ക്രിസ്ത്യാനി, നീ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആകരുത്. നീ യഥാർത്ഥ ആരാധകനാകണം. ആ യഥാർത്ഥ ആരാധകനായ നീ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. കാരണം ദൈവം ആത്മാവാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവം ആത്മാവാണ് എന്നുള്ള ആ ചിന്ത തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് സ്വീകരിച്ചുകൊണ്ട് ആ ആത്മാവാകുന്ന ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിച്ചുകൊണ്ട് ആ ആത്മാവിൽ നിറഞ്ഞൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വന്നു കഴിഞ്ഞുവെന്ന് അരുളി ചെയ്ത കർത്താവേ, ദൈവം ആത്മാവാണ് എന്ന് വെളിപ്പെടുത്തി തന്ന കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.